എം ശിവപ്രസാദ്, ഇത് ഹിന്ദു ബ്ലഡി ഫാസിസ്റ്റുകളുടെയാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്. എനിക്ക് അത് ആവർത്തിക്കാമോ എന്ന് പോലും. ശ്രീ എം ശിവപ്രസാദ്, എസ് എഫ് ഐ നേതാവ് അല്ല, ശിവപ്രസാദ് ദയവായി തുടരൂ. ശിവപ്രസാദിന്റെ വാക്കുകൾ കൂടി കേൾക്കൂ. എസ് എഫ് ഐ നേതാവ് ശിവപ്രസാദ്, എം ശിവപ്രസാദ്, അവരെ ഫാസിസ്റ്റുകളെ അവരെ വഴിക്ക് വിടൂ എന്നാണ് ശിവപ്രസാദ് നിരീക്ഷിക്കുന്നത്. ഇടാമായിരുന്നു, പക്ഷെ അവരിതെല്ലാം പറയുന്നത് നമ്മുടെ മുന്നിലായി പോയില്ലേ, എന്ത് ചെയ്യാൻ കഴിയും? അവരവരുടെ സ്വകാര്യമായ ഇടങ്ങളിൽ RSS ശാഖയിൽ ഇതൊക്കെ പ്രഘോഷിച്ചിരുന്നെങ്കിൽ നമുക്ക് അവരെ അവരുടെ വഴിക്ക് വിടാമായിരുന്നു. നിർഭാഗ്യവശാൽ അവരിപ്പോ പറയുന്നത് നമ്മുടെ നാട്ടിലായി പോയില്ലേ. ഇപ്പോ ചരിത്രം സ്വാഭാവികമായി RSSന് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. RSSകാർ ചരിത്ര വിരോധികളാണെന്ന കാര്യത്തിൽ നമുക്ക് എത്ര വ്യക്തമായ തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ട്. അദ്ദേഹം ചോദിക്കുന്നത് ഒഴുക്കി ഒഴിച്ചവർ ലിസ്റ്റ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അദ്ദേഹം സ്വാഭാവികമായി കേരളത്തിന്റെ ചരിത്രം പഠിച്ചാൽ, അദ്ദേഹത്തെ കേരളത്തിന്റെ ചരിത്രം പഠിപ്പിക്കാനൊന്നും ഞാനാളല്ല, എങ്കിലും അദ്ദേഹം കേരളത്തിന്റെ ചരിത്രം പഠിച്ചാൽ ഈ നാട്ടിലെ മനുഷ്യർക്ക് മനുഷ്യരായി പൊതുവിടത്ത് ഇറങ്ങി നടക്കാൻ അവകാശം ഉണ്ടാവാത്തൊരു കാലമുണ്ടായിരുന്നു. ഇപ്പോ ഞങ്ങളാരും പറയുന്നത് അംഗീകരിക്കണ്ട, വിവേകാനന്ദനെ അംഗീകരിക്കാൻ RSSന്റെ നേതാവിന് ഏതായാലും മടിയുണ്ടാവില്ലല്ലോ. വിവേകാനന്ദൻ ഒരു കാലത്ത് കേരളത്തെ വിളിച്ച പേരെന്തായിരുന്നു പ്രിയപ്പെട്ട നിരീക്ഷക? കേരളത്തെ വിളിച്ചത് ഭ്രാന്താലയം എന്നായിരുന്നു. നിർഭാഗ്യവശാൽ RSSും ഇപ്പൊ സ്വയം ഫാസിസ്റ്റ് ആണെന്ന് ആത്മാഭിമാനത്തോടെ പറയുന്ന ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ ആശയവും ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരും എല്ലാം ചേർന്ന് അതേ ഭ്രാന്താലയത്തിലേക്ക് കേരളത്തെ തിരിച്ചു കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. വിവേകാനന്ദൻ കേരളത്തെ നോക്കി വിശേഷിപ്പിച്ചതല്ല, പരിഹസിച്ചതാണ് ഭ്രാന്താലയം എന്ന് വിവേകാനന്ദനെ പറ്റി പഠിക്കുമ്പോൾ അദ്ദേഹം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി തയ്യാറാവണം. ആ ഭ്രാന്താലയത്തിലേക്ക് കേരളത്തെ കൊണ്ടുപോകാൻ ഇവരെത്ര പരിശ്രമിച്ചാലും അത്ര നിസ്സാരമായി നടക്കില്ല. പ്രിയപ്പെട്ട നിരീക്ഷകൻ മനസ്സിലാക്കേണ്ടത്, വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളോ ആരുടെയെങ്കിലും കാല് തൊട്ട് വീഴുന്നതിന് ഞങ്ങൾക്കൊരു വിരോധമില്ല. നമ്മുടെ നാട്ടിൽ എത്രയോ വിശ്വാസികളായ മനുഷ്യരുണ്ട്. കേരളത്തിലെ സാമൂഹ്യ സ്ഥിതി നിങ്ങൾ പരിശോധിച്ചാൽ ബഹുഭൂരിപക്ഷം വരുന്ന മനുഷ്യർ വിശ്വാസികളാണ്. ആ വിശ്വാസികളായ മനുഷ്യർ അവരുടെ വിശ്വാസം സ്വാഭാവികമായി കാത്തുസൂക്ഷിക്കുന്നവരാണ്. പക്ഷേ കേരളത്തിന്റെ പ്രത്യേകത എന്താ? നിങ്ങൾ RSSന്റെ കോട്ടയായി ഇന്ന് രാജ്യത്ത് കാത്തുസൂക്ഷിക്കുന്ന പല സംസ്ഥാനങ്ങളെക്കാളും RSSന് തീവ്ര വർഗീയ നിലപാടുകൾ നിങ്ങൾ പുറത്തെടുക്കുന്ന പല സംസ്ഥാനങ്ങളെക്കാളും കേരളത്തെ എന്താ പ്രത്യേകതയുള്ള സംസ്ഥാനമാക്കി മാറ്റുന്നത്? സ്വന്തം മതവിശ്വാസത്തെ ഒരു മതവിശ്വാസി ചേർത്ത് പിടിക്കുമ്പോഴും സ്വന്തം മതവിശ്വാസം പോലെ തന്നെ അവരുടെ മതവിശ്വാസത്തിനും വിശ്വാസം കൊടുക്കുന്ന, വില കൊടുക്കുന്ന, ബഹുമാനം കൊടുക്കുന്നവരാണ് കേരളത്തിലെ മനുഷ്യർ. അതാണ് കേരളത്തിന്റെ പ്രത്യേകത. ആ കേരളത്തിന്റെ പ്രത്യേകതയും നിങ്ങൾ ഇനി എത്ര പുതിയ ആചാരങ്ങളും നിങ്ങൾ ഇനി എത്ര പുതിയ രീതികളും ഒക്കെ കൊണ്ടുവന്നാലും അങ്ങനെ പെട്ടെന്നൊന്നും തകർക്കാൻ വേണ്ടി കഴിയില്ല. കുട്ടികൾ രക്ഷിതാക്കളുടെ കാല് തൊട്ട് വീഴാറുണ്ട്, കുട്ടികൾ അധ്യാപകരുടെ കാല് തൊട്ട് വീഴാറുണ്ട്. പക്ഷെ അത് ചെയ്യിപ്പിക്കേണ്ട സ്കൂളിലാണോ? സ്കൂളിൽ ഒരു പരിപാടി പ്രത്യേകമായി നടത്തി അങ്ങനെ ഒരു പ്രത്യേക ദിവസം കാല് തൊട്ട് വീഴുത് ബഹുമാനം കാണിച്ചാൽ ആ ബഹുമാനം കാണിക്കുന്നതിലൂടെ വിദ്യാഭ്യാസം ലഭിക്കുന്ന രീതിയാണോ നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി കഴിയുന്നത്? ഇതൊക്കെയാണോ നമ്മൾ സ്കൂളിൽ കാണിച്ചു കൊടുക്കേണ്ടത്? സ്കൂള് സ്വാഭാവികമായി വിദ്യാർത്ഥികൾക്ക് അക്ഷരം പറഞ്ഞു കൊടുക്കേണ്ട സ്ഥലമാണ്, അന്ധത അകറ്റേണ്ട സ്ഥലമാണ്, പ്രകാശം കൊടുക്കേണ്ട സ്ഥലമാണ്. ആ പ്രകാശം കൊടുക്കേണ്ട സ്ഥലത്ത് അന്ധകാരത്തിന്റെ പുകച്ചുരുളുകൾ നിങ്ങൾ കൊണ്ട് വിരിച്ചാൽ ആ പുകച്ചുരുളിനകത്ത് നിങ്ങൾ കുട്ടികളെ മൂടി വെക്കാനാവില്ല, അവർ പ്രകാശത്തിലേക്ക് നടക്കും. നിങ്ങളുടെ ധാരണ നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഗിമ്മിക്കുകൾ സ്കൂളിൽ കുറച്ച് കുട്ടികളെ വിളിച്ചിരുത്തി അവരെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചാൽ അവര് നാളെ ഇതിന്റെയൊക്കെ ഭാഗമായി നിങ്ങളുടെ അന്ധകാരത്തിലേക്ക് നടന്നു കയറും എന്നാണ്. പക്ഷേ ചരിത്രം, നിങ്ങൾ ഇത്രയും നാളുള്ള ചരിത്രത്തെ അനാവരണം ചെയ്താൽ ആ ചരിത്രത്തിൽ ഉടനീളം പ്രകാശത്തിലേക്ക് നടക്കുന്ന പുതിയ തലമുറയെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. പ്രകാശത്തിലേക്കും പുരോഗമനത്തിലേക്കും ഏറ്റവും പ്രധാനപ്പെട്ട മാനുഷിക മൂല്യങ്ങളിലേക്ക് നടന്നു കയറുന്ന വിദ്യാർത്ഥികളെയാണ് ഈ രാജ്യത്തിന്റെയും ലോകത്തിന്റെയും ചരിത്രം അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ അവർ നടന്നു കയറും. അങ്ങനെ ഇപ്പോ അവർ നിങ്ങളുടെ വലയത്തിലായതുകൊണ്ട് അവരെ നിർബന്ധിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കാൻ നിങ്ങൾക്ക് ആയേക്കും. അങ്ങനെ അടിച്ചേൽപ്പിക്കുന്നതിനാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്, അല്ലാതെ ഏതെങ്കിലും ഒരു കുട്ടി കാല് തൊട്ട് വീഴുന്നതിനൊന്നും ഞങ്ങൾ തീർക്കാൻ വേണ്ടി വന്നിട്ടൊന്നുമില്ല. സ്വാഭാവികമായി വീടുകളിലും അതോടൊപ്പം തന്നെ കുട്ടികളെല്ലാം ചെയ്യുന്ന രീതി തന്നെയാണ്. പക്ഷെ ഇത് അടിച്ചേൽപ്പിക്കുന്നതിനോട് ഒരു കാരണവശാലും ഞങ്ങൾ യോജിക്കില്ല.